തൃശ്ശൂർ പാലിയേക്കരയിൽ എക്സൈസ് സംഘം 1700 ലിറ്ററിലധികം സ്പിരിറ്റാണ് നിലവിൽ പിടിച്ചിരിക്കുന്നത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് ആമ്പല്ലൂരിലേക്ക് എത്തുന്നതിന് മുൻപ് ടോൾ പ്ലാസ കഴിഞ്ഞ ഉടനെ തന്നെയാണ് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനം പിടിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ കന്നാസുകളിലായാണ് ഇത്രയധികം സ്പിരിറ്റ് കൊണ്ടുവന്നത്. ഇത് പെരുമ്പാവൂർ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഇതിലുണ്ടായിരുന്ന പിടികൂടിയ 2 പേർ പറയുന്നത്. ചിറ്റൂർ സ്വദേശിയായ ശ്രീകൃഷ്ണൻ, അതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശിയായ കറുപ്പസ്വാമി എന്നീ 2 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. എക്സൈസ് കമ്മീഷണറുടെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിൻ്റെ ചീഫായിട്ടുള്ള അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അനിൽകുമാറിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിഞ്ഞാലക്കുട സർക്കിൾ പാർട്ടിയും ഇരിഞ്ഞാലക്കുട റേഞ്ച് പാർട്ടിയും സ്ക്വാഡ് പാർട്ടിയും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയാണ് ടോൾ പ്ലാസയുടെ പരിസരത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു വാഹനത്തിൽ നിന്നും ഇത്രയധികം സ്പിരിറ്റ് നമുക്ക് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. 50 ക്യാനുകളിലായിട്ട് 1750 ലിറ്ററോളം സ്പിരിറ്റ് ഇതിലുണ്ട്. 2 പ്രതികൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രതി മലയാളിയാണ്, ചിറ്റൂരുകാരനാണ്. മറ്റൊരു പ്രതി പുതുമലപ്പേട്ടുകാരനാണ്, കറുപ്പസ്വാമി എന്നാണ്. അവരോട് ചോദിച്ചതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇത് അവരോട് പെരുമ്പാവൂർ എത്തിച്ച് കൊടുക്കാനാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. എക്സാക്ട് പോയിന്റ് തമിഴ്നാട് ഏത് ലൊക്കേഷനാണ് അവർക്ക് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ളത് നമ്മൾ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ തേങ്ങ ഇതിന് മുകളിൽ ഇട്ട ശേഷം അത് തേങ്ങ കൊണ്ടുപോവുകയാണ് എന്ന വ്യാജേനയാണ് ഈ സ്പിരിറ്റ് ഇങ്ങനെ കൊണ്ടുവന്നിരുന്നത്. എന്തായാലും എക്സൈസിന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനത്തിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തിയതും ഈ സ്പിരിറ്റ് കടത്തിയ സംഘത്തെ പിടികൂടിയതും. ഇത് എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നുൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എക്സൈസ് സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ആർക്കാണ് കൈമാറേണ്ടത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത് നേരെ പെരുമ്പാവൂർ എത്തിച്ചു നൽകാൻ മാത്രമാണ് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.